പേരൊന്നും നിങ്ങൾ ഓർത്ത് വെക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 2 ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് ഓർത്താൽ മതി. ഇനി സ്കാൽപ്പിന്റെ അകത്തായിട്ടുള്ളതിന് നമ്മൾ ഹെയർ ഫോളിക്കിൾ എന്നാണ് പറയുന്നത്. ഹെയർ ഫോളിക്കിൾ എന്ന് പറയും. ഇവിടെ കണ്ടോ ഒരു മഞ്ഞ കളർ ആയിട്ടുള്ളത്, അതാണ് ഡെർമൽ പാപ്പില എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഡെർമൽ പാപ്പില. ഇത് ബ്ലഡ് വെസൽസും രക്തക്കുഴലുകളും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഇതുവഴിയാണ് നമ്മുടെ മുടിനാരിഴയ്ക്ക് എന്ത് കിട്ടുന്നത്? ഓക്സിജനും അതിന് വേണ്ട പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ നൽകുന്നത് ഇതുവഴിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഷാഫ്റ്റ് ആണ് നമ്മൾക്ക് പുറമേ കാണുന്നതായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഹെയർ ഷാഫ്റ്റ് ആണ്. ആ ഷാഫ്റ്റിനെ നമ്മൾക്ക് 3 ആയിട്ട് തരംതിരിക്കാം. 3 ഭാഗങ്ങളാണ് ഒരു ഷാഫ്റ്റിനുള്ളത്, അതായത് പുറമേ കാണുന്ന നമ്മുടെ ഒരു മുടിക്കുള്ളത്. അപ്പം ഈ എങ്ങനെ നമ്മൾക്ക് തരംതിരിക്കാം? അതാണ് ഇപ്പുറത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു മുടിയാണ്. അപ്പം ഇതിപ്പം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തിനോടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? നമ്മളുടെ ഒരു മരക്കഷ്ണവുമായിട്ട് തോന്നുന്നുണ്ട് അല്ലെ? ഒരു മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് ഒരു 3 ഭാഗങ്ങൾ? ഇതേ രീതിയിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ആ പുറത്തത്തെ തൊലി അല്ലെ, ബാർക്ക്, പിന്നെ അതിന്റെ അകത്ത് കുറച്ച് കളർ വ്യത്യസ്തമായിട്ടുള്ള ഒന്നുണ്ട്, അതിന്റെയും അകത്ത് അല്ലെ ഒരു ഇന്നർ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് പിത്ത് അല്ലെങ്കിൽ മെഡുല എന്നൊക്കെയാണ് മരത്തിൽ പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിന്റെ ക്രോസ് സെക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത്. ഏറ്റവും പുറത്തത്, അതായത് നമ്മൾ ഈ പുറമേ കാണുന്നതായിട്ടുള്ള ഒരു മുടിനാര്, അതിനെയാണ് പറയുന്നത് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. എന്താണ് ഈ ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞത്? അത് അകത്തെയുള്ള ഓർഗൻസ്, അത് അകത്തെയുള്ള പാർട്ടിനെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഒന്നാണ് ഈ ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ക്യൂട്ടിക്കിൾസിൽ പറഞ്ഞാൽ ഒരുപാട് ശകലങ്ങളായിട്ടാണ് ഉള്ളത്. നമ്മൾക്കിപ്പം മത്സ്യത്തിന് ശകലങ്ങളുണ്ട് അല്ലെ, അതേപോലെ തന്നെയാണ് അതിന്റെ ലെയേഴ്സ് ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്യൂട്ടിക്കിളിന്റെ അകത്തുള്ളതാണ് കോർട്ടെക്സ്. ആ ഒരു കോർട്ടെക്സ് ആണ് മുടിക്ക് നല്ല സ്ട്രെങ്ത്തും മുടിക്ക് ഈർപ്പവും അല്ലെങ്കിൽ മോയ്സ്ചർ തരുന്നത്, മുടിക്ക് കളർ തരുന്നത്, ടെക്സ്ചർ തരുന്നത്. അതിന്റെയും അകത്തായിട്ടുള്ളതാണ് മെഡുല എന്ന് പറയുന്നത്. ഇന്നർ മോസ്റ്റ്, ഏറ്റവും അകത്തത്തെ ലെയർ ആണ്. ഈ ഒരു ലെയർ എല്ലാ മുടിയിലും കാണാൻ സാധിക്കുമോ? ഇല്ല. ഈ ഒരു ലെയർ എന്ന് പറയുന്നത്, ഈ ഒരു മെഡുല എന്ന് പറയുന്നത് നല്ല കട്ടിയായിട്ടുള്ള മുടിയിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അതേസമയം നല്ല സിൽക്കി ഹെയർ, നല്ല നാര് പോലെയുള്ള മുടിയിൽ, ഫൈൻ ആയിട്ടുള്ള നല്ല നേരിയതായിട്ടുള്ള ഒരു മുടിയിൽ ഈ ഒരു ലെയർ കാണാനായിട്ട് സാധിക്കുകയില്ല. ഇത്രയുമാണ് ഹെയറിനെ പറ്റിയിട്ടുള്ളത്. ഇനിയും ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ടും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹെയർ എന്ന് പറയുമ്പോഴത്തേക്കും പലരും നമ്മൾ ഒ പിയിൽ ഇരിക്കുമ്പോൾ വന്ന് പറയുന്ന പ്രശ്നമാണ്, മുടി വളരുന്നില്ല ഡോക്ടറെ, മുടി വളരുന്നില്ല, കുറേ ആയി. അതേപോലെ തന്നെ ഒന്ന് ചീകുമ്പോഴത്തേക്കും കുറേ മുടിയാണ് ഇങ്ങനെ പൊരിഞ്ഞു വരുന്നത് എന്നൊക്കെയുള്ള പ്രശ്നം. ഈ മുടി, നമ്മുടെ തലയിലുള്ള ഓരോ മുടിയും ഓരോ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പം ആ സ്റ്റേജ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് ആണ് അനാജൻ, കെറ്റാജൻ, തിയലോജൻ. പേര് ഓർത്ത് വെക്കേണ്ട, എന്തെന്ത് നടക്കുന്നു ഈ ഓരോ ഘട്ടത്തിലും എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരുന്ന ഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും, വളർച്ചയെത്തിയ ഘട്ടം എന്ന് പറയാൻ പറ്റും. അതായത് ഗ്രോയിങ് സ്റ്റേജ് എന്ന് പറയാൻ പറ്റും. അതായത് മുടി വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിയാൽ മതി. താഴെ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രം, ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു ഡെർമൽ പാപ്പിലയുണ്ട് ഏറ്റവും താഴെയായിട്ട് ഈ ഹെയർ ഫോളിക്കിളിന്റെ. അത് എന്തുമായിട്ട് അറ്റാച്ച്ഡ് ആണ്? രക്തക്കുഴലുകളുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ആ രക്തം വഴിയാണ് മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ ലഭിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആയിട്ടുള്ളതാണ്, അപ്പം ഇതാണ് ഗ്രോയിങ് സ്റ്റേജ്. ഈ ഡെർമൽ പാപ്പിലയായിട്ട് അറ്റാച്ച്ഡ് ആണ്. മുടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ മുടി വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ഫേസിൽ എത്ര കാലത്തോളമാണ് മുടി നിൽക്കുന്നത്? 2 മുതൽ 6 വർഷത്തോളമാണ് ഈ ഒരു വളർച്ചയിലായിട്ട് നിൽക്കുന്നത്. അപ്പൊ പലരും പറയും മുടിക്ക് നീളം വെക്കുന്നില്ല എന്നുള്ളത്. 2 മുതൽ 6 വർഷം എടുത്തിട്ടാണ് മുടി നീളം വെക്കുന്നത്. അപ്പം ഓരോ മുടിയും, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ തലയിലുള്ള ഓരോ മുടിയും ഓരോ ഫേസിലാണുള്ളത്, ഓരോ സ്റ്റേജിലാണുള്ളത്, ഓരോ ഘട്ടത്തിലായിട്ടാണ് ഉള്ളത്. ഒരു മുടി നീളം വെക്കും, മറ്റേ മുടിയാണെങ്കിലോ വേറെ രണ്ടാമത്തെ അവസ്ഥയിലായിരിക്കും. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളത് നോക്കാം. അതാണ് ഒരു ട്രാൻസിഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ്. നമ്മുടെ എത്രത്തോളം മുടിയുണ്ടോ അതിൽ കേവലം 3% മുടികൾ മാത്രമാണ് ഈ ഒരു ഫേസിൽ ഉള്ളത്. ആ ഒരു ഫേസിൽ, ആ ഒരു ഘട്ടത്തിൽ എത്ര കാലാണ് മുടി ഇരിക്കുക? 2 മുതൽ 3 ആഴ്ച വരെയാണ് മുടി ഇരിക്കുക. ആ ഒരു ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ചിത്രം നോക്കിയാൽ അറിയാം. ആ ഒരു രക്തക്കുഴലിൽ നിന്നും, അതായത് അതിന് പോഷകമൊക്കെ
നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ഡെർമൽ പാപ്പിലെ. ആ ഡെർമൽ പാപ്പിലയിൽ നിന്നും അത് വിട്ട് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയാൽ അറിയാം, കണ്ടോ, അത് വിട്ട് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജില് ഒരു 3% ഉള്ള മാത്രം മുടികളാണ് ഇരിക്കുന്നത്. അതായത് ഈ ഒരു സ്റ്റേജില്. പിന്നീട് വളർച്ചയുണ്ടോ? ഇല്ല, വളർച്ചയില്ലാതെ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സ്റ്റേജിലായിട്ട് നിൽക്കും. അടുത്ത സ്റ്റേജ് ആണ് ടീലോജൻ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു ഫേസിൽ നമ്മുടെ തലയിലെ 6 മുതൽ 8% ഹെയർസ് ആണ് ഉള്ളത്. ഈ ഒരു ഫേസിൽ, ഈ ഒരു ഘട്ടത്തിൽ എത്ര നാൾ വരെയാണ് നിൽക്കുക? 100 ദിവസം വരെയാണ് നമ്മുടെ തലയിൽ നിൽക്കുക ഈ മുടി എന്ന് പറയുന്നത്. ഇപ്പം റെസ്റ്റിംഗ് ഫേസിലാണ്. പിന്നീട് വളർച്ചയില്ല, ആ മുടിക്ക് പൂർണ്ണ വളർച്ച എത്തി, അതിങ്ങനെ റെസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അത് ക്രമേണ അതിന്റെ റൂട്ടിൽ നിന്നും, ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, അതിങ്ങനെ പൊങ്ങി വരും. അപ്പോഴത്തേക്കും അടിയിൽ എന്താണ്? അടുത്ത വളർച്ചയിലുള്ള ഹെയർസ് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അടുത്ത ഹെയർ ഇവിടുന്ന് വരുന്നുണ്ട്. അങ്ങനെ വന്ന് എന്ത് സംഭവിക്കും? ഇത് ഇവിടുന്ന് വന്ന് ഇത് താഴേന്ന് പുതിയൊരു ഹെയർ വന്ന് ഈ പണ്ടത്തെ ഹെയർ അങ്ങ് റിമൂവ് ആയിട്ട് അല്ലെ, സ്കാൽപ്പിൽ നിന്നും പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നടക്കുന്നത്. ഈ 3 സ്റ്റേജുകളായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തത് വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തത് എന്താണ്? ട്രാൻസിഷണൽ സ്റ്റേജ് എന്ന് പറയും. അതായത് ആ ഒരു ഡെർമൽ, ആ ഒരു അറ്റാച്ച്മെന്റിൽ നിന്നും വിട്ട് വന്നിരിക്കുകയാണ്. മൂന്നാമത്തത് അത് റെസ്റ്റ് എടുക്കുന്ന ഒരു ഫേസ് ആണ്. അതായത് പിന്നീട് ഒരു വളർച്ചയുമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ അടിയിൽ നിന്നും വേറെ ഗ്രോത്ത്, പുതിയ ഹെയർസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഹെയർ ഇങ്ങനെ വളർച്ചയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ പഴയത് എന്ത് പോകും? പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുതിയ ഹെയർ വരും. ഈ പുതിയ ഹെയർ എത്ര കാലത്തോളം നിൽക്കും? 2 മുതൽ 6 വർഷം വരെ ഇരിക്കും. പിന്നെ അതിലെ അടുത്ത ഫേസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തലയിലെ ഓരോ മുടിയും ഓരോ അവസ്ഥയിലാണ് എന്ന്. അപ്പൊ മുടിയുടെ സംരക്ഷണം അല്ലെങ്കിൽ മുടി ദീർഘകാലം നീണ്ടു നിൽക്കണം, നല്ല വളർച്ചയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ഏത് ഫേസിലാണ് മുടി കൂടുതൽ നേരം നിൽക്കേണ്ടത്? വളരുന്ന സ്റ്റേജിലാണ് അല്ലെ. വളരുന്ന സ്റ്റേജിൽ എത്രത്തോളം വളരും ഒരു മുടി എന്നുള്ളത് പല കാരണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്, പലതിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ പോഷകം, ആളുടെ പ്രോട്ടീൻ എത്രത്തോളമാണ് എന്ന് ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ അറ്റ്മോസ്ഫിയർ, ഇപ്പം വളരെയധികം എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ചേർന്നിട്ടുള്ള, ക്ലോറിൻ ഒക്കെ ചേർന്നിട്ടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നല്ലോണം അറ്റ്മോസ്ഫിയറിക്ക് എയർ, അതായത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എയർ ഒക്കെ എപ്പോഴും തട്ടിക്കൊണ്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 3 ഫേസസിലും വെച്ചിട്ട് ഏത് ഫേസിലാണ് മുടി നമ്മൾക്ക് ദീർഘകാലം നിൽക്കണം എന്ന്, അല്ലെങ്കിൽ ആരോഗ്യത്തോടു കൂടി നിൽക്കണം എന്ന് വിചാരിക്കേണ്ടത്, അല്ലെങ്കിൽ മുടിയുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നവര് ഏത് ഫേസിലായിരിക്കണം മുടി കൂടുതലായിട്ടും നിൽക്കേണ്ടത്? ഏതവസ്ഥയിലാണ്? വളരുന്ന അവസ്ഥയിലാണ് അല്ലെ. ഞാൻ പറഞ്ഞു 2 മുതൽ 6 വർഷം വരെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു വർഷം, അതായത് ഈ വളരുന്ന സ്റ്റേജിനെയാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. എത്രത്തോളമാണോ നീളുന്നത്, നീണ്ട മുടി എത്രത്തോളമാണ് അത്രയും വരെയാണ് ഇത് വളരുന്നത്. അപ്പം ഈ വളർച്ച എന്ന് പറയുന്നത്, ഈ വളരുന്നത് എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സിനെ, പല കാരണങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ആളുടെ സെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട് ആണിനും പെണ്ണിനും ഇത്ര രീതിയിൽ വളർച്ചയുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആണുങ്ങൾക്കാണ് മുടി വളരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് 2 പേർക്കും ഏകദേശം തുല്യതയിലാണ് മുടിയുടെ വളർച്ച എന്നതാണ് പറയുന്നത്. രണ്ടാമത്തേതായിട്ടുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. നമ്മളുടെ ബ്ലഡിൽ നന്നായിട്ട് ഓക്സിജൻ ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പം നല്ലോണം പ്രോട്ടീൻസിന്റെ ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു മുടിയിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏതാണ്? മുടി 95% മുടി നിർമ്മിച്ചിരിക്കുന്നത് കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. നമ്മുടെ സ്കിന്നിലും കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട്, നമ്മളുടെ നഖങ്ങളിലും കെരാറ്റിൻ ഉണ്ട്, മുടിയിലും ഉണ്ട്. ഈ 3 ഭാഗങ്ങളിലാണ് കാണുന്നത് കെരാറ്റിൻ കൂടുതലായിട്ടും. അപ്പം കെരാറ്റിന്റെ കൃത്യമായിട്ടുള്ളൊരു വേണം അളവ് വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസിന്റെ അളവ് നല്ലോണം വേണം. പ്രോട്ടീൻസ്, ന്യൂട്രിയൻസ് ഒക്കെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ്. ഈ ഒരു മുടി എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസത്തെ കണക്ക് എടുക്കുകയാണെങ്കിൽ ശരാശരി ഒരു 1 സെന്റിമീറ്റർ വീതമാണ് ഒരു മാസം വളരുന്നത്. അതിന്റെ തന്നെ കണക്കിൽ വ്യത്യാസമുണ്ട്. പലർക്കും ഇപ്പം പാരമ്പര്യമായിട്ട് മുടി നല്ലോണം വളരുന്നവരുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ റേറ്റിൽ വ്യത്യാസമുണ്ട്. എങ്കിലും ശരാശരിയായിട്ട് 1 സെന്റിമീറ്റർ എന്ന് പറയും. അല്ലെങ്കിൽ
0.6 സെന്റിമീറ്റർ മുതൽ 3.36 സെന്റിമീറ്റർ വരെയാണ് മുടി നീളം വെക്കുക എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനിയും കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കോശം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മുടിനാര് ആണ്. 90% മുടികളും നമ്മളുടെ സ്കാൽപ്പിലാണ് ഉള്ളത്, അതായത് നമ്മുടെ തലയോട്ടിയിലാണ്, അല്ലെ, തലയിലാണ് ഉള്ളത്. ഒരു ദിവസം ഒരു 100 മുടിനാര് വരെ പോകുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും പറയുന്ന പ്രശ്നമാണ്, ചീകുമ്പോഴത്തേക്കും ഒരുപാട് മുടി പോകുന്നുണ്ട് ഡോക്ടറെ എന്ന്. അപ്പൊ ആദ്യം ചോദിക്കും അവരോട്, ഒരുപാട് മുടി എന്ന് പറയുന്നത് എങ്ങനെയാണ്, എത്രത്തോളം മുടി പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവര് പറയും കുറച്ച്. അപ്പൊ അവര് പറയും അല്ലെ, ഇത്ര മുടിയാണ് എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ എന്താണ്, നോർമൽ ആയിട്ടുള്ളതാണ്. ഒരു ദിവസം 100 മുടി വരെ പോകുന്നു എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മുടിയുടെ മുടി കൊഴിഞ്ഞു പോകുന്നതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകുന്നതിനെ വളരെ വേഗത്തിൽ കൊഴിഞ്ഞു പോകുന്നതിലേക്ക് നയിക്കുന്നതിൽ കുറേയേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് പല വിധത്തിലുള്ള മരുന്നുകളുടെ സൈഡ് എഫക്ട്. ഇപ്പൊ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട്, അതിന്റെ പാർശ്വഫലമായിട്ട് മുടി കൊഴിച്ചില് കണ്ടുവരാറുണ്ട്. രണ്ടാമത്തേതാണ് തൈറോയിഡ് ഇംബാലൻസ്. ഹെൽത്തില് ഞാൻ പറഞ്ഞിരുന്നു, തൈറോയിഡ് പ്രശ്നം വരുമ്പോഴത്തേക്കും മുടി കൊഴിച്ചില് വളരെ അധികമായിരിക്കും. അതേപോലെ അയൺ ഡെഫിഷ്യൻസി, രക്തത്തില് ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് കുറവാണ് എങ്കിലും മുടി കൊഴിച്ചില് വളരെയധികം കൂടുതലാണ്. പിന്നീട് കണക്കുകൾ പറയുന്നതാണ് 50 വയസ്സിന് മുകളിലുള്ള ആണുങ്ങളിൽ ഒരു 50% ഉള്ള ആൾക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരിലെല്ലാം മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ലോസ് ആണ്. അതായത് മുടി ഈ സെന്ററിൽ നിന്നുമൊക്കെ നെറ്റി ഇങ്ങനെ കയറി വന്ന് മുടി ഇങ്ങനെ പോകുകയാണ് ചെയ്യുന്നത് 50 വയസ്സിന് മുകളിലുള്ള ആണുങ്ങളിൽ സ്വാഭാവികമായിട്ടും. അതേപോലെ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണ് എങ്കിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് 50-55 വയസ്സിലാണ് ആർത്തവ വിരാമം നടക്കുന്നത്. അപ്പം അതിനുശേഷം 40% ഉള്ള സ്ത്രീകളിൽ മുടി കൊഴിച്ചില് വളരെ അധികമായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഹോർമോണൽ ഇംബാലൻസ് ഒക്കെയാണ് അവിടെ നടക്കുന്നത്. എന്തൊക്കെയാണ് ഇനിയും നമുക്ക് നോക്കാം ഈ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള കാരണങ്ങൾ, മുടിക്ക് നാശം സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് 2 കാരണങ്ങളുണ്ട്, മെക്കാനിക്കലും ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ ട്രോമ, ഫിസിക്കൽ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം എന്തൊക്കെയാണ്? പലരും പറയും ഷാംപൂയിങ്, അല്ലെ, ഭയങ്കര ഹാർഡായിട്ടുള്ള ഷാംപൂ എപ്പോഴും ഡെയിലി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണോ? അല്ല, നമ്മുടെ മുടിക്ക് അതൊക്കെ ദോഷമാണ് ചെയ്യുന്നത്. ചിലവർ എന്ത് ചെയ്യും, മുടി ഉണങ്ങുന്നതിന് ശേഷം മാത്രമാണ്, അല്ലെ, നനഞ്ഞ് കുളിച്ചു കഴിഞ്ഞ പാട് ചീപ്പ് വെച്ച് ചെയ്യും. അപ്പൊ വേഗത്തിലാണ് പൊട്ടി വരിക. അപ്പൊ അതൊന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് കോംബ് ചെയ്യുന്നത്. അതുപോലെ കോംബ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വിഗ്രസ് ആയിട്ട്, ഭയങ്കര ഹാർഷായിട്ട് ചെയ്യരുത്, അല്ലെ, മുടിയാണ്. അപ്പൊ കുറച്ച് കെയർ കൊടുത്തിട്ട് വേണം കോംബ് ചെയ്യാനായിട്ട്. അതുപോലെ സ്റ്റൈലിങ് ചെയ്യുമ്പോഴത്തേക്കും പലരും ഡൈ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ മുടി കൊഴിച്ചിൽ, അതൊക്കെ കെമിക്കൽസ് ആണ്, ഇതൊന്നും നമ്മളുടെ മുടിക്ക് പറ്റിയതല്ല. ഇതിന്റെയൊക്കെ പാർശ്വഫലമായിട്ട് ഒരുപാട് മുടി കൊഴിച്ചില് കണ്ടുവരുന്നുണ്ട്. ഇനി ഇതുകൂടാതെ നമ്മളുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അധികമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മലിനമായിട്ടുള്ള ഒരു വായുവിലൂടെ, അതേപോലെ സീ വാട്ടർ, ഉപ്പുവെള്ളം ഒക്കെ തലയിൽ നനയ്ക്കുമ്പോഴത്തേക്കും, ക്ലോറിൻ കലർന്ന വെള്ളം തല നനയ്ക്കുമ്പോഴത്തേക്കും ഒക്കെ മുടി കൊഴിച്ചില് വളരെയധികം കൂടുതലാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളത്, ഇതാണ് ഞാൻ പറഞ്ഞത് ഔട്ടർ ലെയർ എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് എന്തായിരുന്നു ഔട്ടർ ലെയർ? ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ. അപ്പൊ ഈ ഒരു ലെയറിൽ വെച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാം, മത്സ്യത്തിന്റെ ശകലങ്ങൾ പോലെ, അതായത് സ്കെയിൽസ് പോലെയാണ് ഇങ്ങനെ ചേർന്ന് ഇരിക്കുന്നത്. അപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇത്. അതായത് ഇവിടെ എന്താണ്, അതൊന്നും തന്നെ എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്, അല്ലെ. ഈ മത്സ്യശകലങ്ങൾ പോലുള്ളതാണ് സ്കെയിൽസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്, ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. അതേസമയം ഇപ്പുറത്തെ രണ്ടാമതായിട്ടുള്ള ഒരു പിക്ചർ നോക്കൂ. അതിൽ ആ മത്സ്യശകലം, ആ സ്കെയിൽസ് എങ്ങനെയാണുള്ളത്? ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്, അല്ലെ. ഓപ്പൺ ആയിട്ടുള്ളപ്പോഴാണ് ഹെയർ കൂടുതലായിട്ടും ഡാമേജ് ആകുന്നത്, കൊഴിഞ്ഞു പോകുന്നത്. ഹെയറിന്റെ ആ ഒരു സ്വാഭാവികത നഷ്ടപ്പെട്ട് അത് കൊഴിഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താണ് വേണ്ടത്? എപ്പോഴും ഈ സ്കെയിൽസ്, ക്യൂട്ടിക്കലിലുള്ള ഒരു സ്കെയിൽ എപ്പോഴും ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം.
ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതോടനുബന്ധിച്ച് വരുന്നത്? പലരും പറയുന്നതാണ് സ്പ്ലിറ്റ് എൻഡ്. അതായത് എന്താണ്, ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ അറിയാം മുടിന്റെ അറ്റം പൊട്ടിയിട്ട് രണ്ടായിട്ട് വരുന്നത്, സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു എൻഡ്. അതേപോലെ ഇൻക്രീസ്ഡ് പോറോസിറ്റി എന്ന് പറയും. പോറോസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു മോയ്സ്ചർ, ആ ഒരു ഈർപ്പം, ആ ഒരു നനവ് നഷ്ടപ്പെട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് വരിക. അതേപോലെ എന്താണ്, ഡ്രൈ ഹെയർ ഞാൻ പറഞ്ഞു അല്ലെ, ആ ഒരു ക്യൂട്ടിക്കൽ ഒക്കെ ഇങ്ങനെ അടഞ്ഞ് ഇരിക്കുന്നതിന് പകരം തുറന്നിരിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മളുടെ ഹെയറിന് വളരെയധികം ദോഷകരമായിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം മെലാനിൻ. ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു, നമ്മുടെ ഫേസിന്റെ സ്കിൻ കെയറിൽ പറഞ്ഞതായിരുന്നു. മെലാനിൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കളറിംഗ് പിഗ്മെന്റ് ആണ് മെലാനിൻ. ഒരാൾക്ക് മെലാനിൻ കൂടുതലാകുമ്പോഴാണ് ഡാർക്ക് സ്കിൻ ആകുന്നത്, കുറച്ചുകൂടി കുറയുമ്പോഴാണ് കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള സ്കിൻ ആകുന്നത്. ഈ മെലാനിൻ എവിടെയുമുണ്ട്, മുടി നാരിഴകളിലും മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട്. അപ്പൊ മെലാനിന്റെ അളവ് കൂടുതലാകുമ്പോഴാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള മുടിനാര് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു കളറിൽ വരുന്ന വ്യത്യാസമാണ് ഈ ഒരു ഇതിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും മെലാനിൻ കണ്ടന്റ് വളരെയധികം കുറവാണ്. ഇനി എന്തിനാണ് നമ്മൾ ഈ ഒരു മുടിക്ക് ഇത്രയധികം സംരക്ഷണം നൽകണം എന്ന് വിചാരിക്കുന്നത്? പലരും ഇപ്പം സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആദ്യം കൂടുതലും ശ്രദ്ധിക്കുന്നത് മുടിയായിരിക്കും അല്ലെ. മുടിയുണ്ടോ, പുരുഷന്മാരെയൊക്കെ ആണെങ്കിൽ മുട്ടയാണോ കഷണ്ടിയാണോ മുടിയുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യം. അപ്പൊ ഒരു മുടിക്ക് അത്രയധികം ഇംപ്രഷൻ ആണ് ഉള്ളത് എന്നും കരുതി ഷോർട്ട് ആയിട്ടുള്ള ഹെയറുകാരുള്ള സ്ത്രീകളൊക്കെ മുടി ഇല്ലാത്തവര് ഒന്നും ഭംഗിയില്ല എന്നല്ല പറഞ്ഞത്. എന്നാലും അല്ലെ, മുടി ഇപ്പം നല്ല മുടിയായിട്ട് പോകുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓ എന്തു മുടിയാന്ന് അവൾക്ക് എന്ന് പറയാറുണ്ട് ഇല്ലേ. അതൊരു ഇംപ്രഷൻ ആണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഈ മുടിയുടെ സംരക്ഷണം പാലിക്കാനായിട്ട്, കാത്തു സംരക്ഷിക്കാനായിട്ട് കഴിയുന്നത്? എപ്പോഴും മുടി വെട്ടണം. എപ്പോഴും മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മുതൽ 3 മാസം കൂടുമ്പോഴത്തേക്കും ട്രിം ചെയ്യണം, മുടി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് കഴിയും? സ്പ്ലിറ്റ് എൻഡ്, മുടിനാര് രണ്ടായിട്ട് പൊട്ടി വരുന്നതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് കഴിയും. പിന്നെന്താണ്, ചീകുമ്പോഴത്തേക്കും വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ കെയർ കൊടുത്ത് വേണം ചീകാനായിട്ട്. നല്ല ഹാപ്പി ആയി ഇരിക്കണം. ഞാൻ പറഞ്ഞിരുന്നു സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് എഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. മുഖത്താണെങ്കിൽ പിമ്പിൾസ് ഉണ്ടാക്കും, അതേപോലെ ഹെയറിലാണെങ്കിൽ സ്ട്രെസ് ഉള്ള സമയത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് അമിതമായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകും. അതേപോലെ നല്ല ഭക്ഷണം കഴിക്കണം, ബ്ലഡ് നല്ലതായിരിക്കണം, നല്ലൊരു ഷാമ്പു ഉപയോഗിക്കണം, നല്ലൊരു കണ്ടീഷണർ ഒക്കെ ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ സ്കാൽപ്പിന്റെ നറിഷ്മെന്റിന് വേണ്ടി നല്ലൊരു ഓയിലും ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഒരു പിക്ചറിൽ ഏതാണ് നിങ്ങളെ വളരെ അധികമായിട്ട് അട്രാക്ട് ചെയ്യുന്നത്? ആദ്യത്തെ പിക്ചറാണോ രണ്ടാമത്തെ പിക്ചറാണോ? നല്ല മുടിയായിട്ടുള്ളത് ആണ് അല്ലെ? തീർച്ചയായിട്ടും നല്ലൊരു മുടി തരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അതിൽ നിന്നും എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ഹെയർ കെയർ ഒരു പ്രൊഡക്റ്റ് വന്നു വിചാരിക്കും, അതിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അല്ലെ, നല്ല മൃദുലമായിട്ടുള്ള ഒരു ഹെയർ, നല്ല സ്മൂത്ത് ഷൈനിങ് ആയിട്ടുള്ള ഒരു ഹെയർ നമുക്ക് നന്നായിട്ട് ഇത് മാനേജ് ചെയ്യാൻ കഴിയണം. അതായത് ഇപ്പൊ ഒന്ന് കുളിച്ചു വന്ന് കുറച്ചു നേരം അല്ലെ മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ചെടിയെടുത്ത് പിന്നെ കുറച്ച് നമ്മൾ ഒന്ന് കഴിയുമ്പോഴത്തേക്കും അതിലെ ചെട പിടിച്ച്, അങ്ങനെ പാടില്ല അല്ലെ. നമുക്ക് എളുപ്പത്തിൽ ചെടിയെടുക്കാനായിട്ട് കഴിയണം. അതായത് ഈസിലി മാനേജബിൾ ആയിരിക്കണം. അതിന്റെ വേര് എന്ന് പറയുന്നത് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂട്ട് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതായത് വളരെ വേഗത്തിൽ പൊട്ടി വരാനായിട്ട് പാടില്ല. പിന്നെയാണെങ്കിലോ ആ ഹെയർ കളർ അല്ലെ, ഓരോ ഹെയറിനും സ്വാഭാവികമായിട്ടുള്ള ഒരു കളർ ഉണ്ട്. ബ്ലാക്ക് കളർ തരുന്നത് മെലാനിൻ ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു കളറിനെ പ്രൊട്ടക്ട് ചെയ്യണം. അന്തരീക്ഷത്തിൽ വരുന്ന ആ ഒരു മാറ്റത്തിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം വേണം. പിന്നെയോ ഡാൻഡ്രഫിനെ നീക്കം ചെയ്യണം അല്ലെ. ഇപ്പൊ ഒരു കണ്ടീഷനിങ് എഫക്റ്റും കൂടി വേണം. പിന്നെയോ നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു മണം കൂടി അതിൽ നിന്ന്. അടുത്തതായിട്ടുള്ളതാണ് ആന്റി ഡാൻഡ്രഫ് ഷാംപൂ എന്ന് പറയുന്നത്. എന്താണ് ഈ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ എന്ന് പറയുന്നത്? അതായത് ഡാൻഡ്രഫിന് എതിരെ പ്രവർത്തിക്കാനായിട്ടുള്ളതാണ് അല്ലെ. അതാണ് ആന്റി ഡാൻഡ്രഫ് ഷാംപൂ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഡാൻഡ്രഫ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇപ്പം ഒപിയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് രോഗികളാണ് ഡാൻഡ്രഫ് മൂലം മുടി കൊഴിച്ചിലായിട്ടും അതേപോലെ തന്നെ മുഖത്ത്
നെറ്റിയിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഈ ഒരു അറ്റത്തിലായിട്ട് ഒരുപാട് കുരുക്കൾ, കുഞ്ഞു കുഞ്ഞു കുരുക്കളായിട്ട് വരുന്നത്, മുതുക്കില് കുരുക്കള്, കക്ഷത്തില്, തുടകളിലുമൊക്കെ കുരുക്കളായിട്ട് വരുന്നത്. അതേപോലെ പുരുഷന്മാര് പറയുന്ന വലിയൊരു പ്രശ്നമാണ് ബ്ലാക്ക് കളർ ഷർട്ട് ഇടുമ്പോഴത്തേക്കും ഫുൾ വൈറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് തരി പോലെ ഈ ഡാൻഡ്രഫ് വന്ന് ഷർട്ടിൽ ഇരിക്കുന്നു. അപ്പൊ അത് ഭയങ്കര അവർക്കൊരു പ്രശ്നമാണ് എന്നുള്ളത്. ഈ ഒരു ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ ഒരു രോഗത്തെക്കാൾ ഉപരി ഇന്നൊരു സൗന്ദര്യത്തെ ഒരു ഹനിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇത്, അല്ലെ, ഈ ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഈ ഒരു ഡാൻഡ്രഫ് കൂടുതലായിട്ടും 13 മുതൽ 45 വയസ്സിന്റെ ഇടയിലാണ് കാണുന്നത്. സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലും ആണുങ്ങളിലാണ് ഇത് കാണുന്നത്. കുറച്ചുകൂടി അധികമായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നമുള്ളവർക്കും എന്തെങ്കിലും തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഉള്ളവർക്കും ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പം എന്താണ് ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ സ്കിൻ കെയറിൽ പറഞ്ഞിരുന്നു, നമ്മുടെ സ്കിൻ സെല്ല് എന്ന് പറയുന്നത് ഓരോ അവറിലും പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഷെഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു, അല്ലെ. അപ്പം കണക്കുകൾ പറയുന്നതും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു സ്കിൻ സെൽസ് പോകുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പോകുന്നത് പോലെ തന്നെ നമ്മുടെ ഹെയറിലുള്ള കോശങ്ങൾ, സ്കാൽപ്പിലുള്ള സെൽസും പോയിക്കൊണ്ടേയിരിക്കുന്നു, അതായത് ഷെഡ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സ്കാൽപ്പിലെ ഹെയർ എങ്ങനെയാണ് പോകുന്നത്, എപ്രകാരമാണ്? കണക്കുകൾ പറയുന്നത് 4,80,000 മുതൽ 5 ലക്ഷം വരെയാണ് ഈ സ്കാൽപ്പിലുള്ള സെൽസ് പോയിക്കൊണ്ടേയിരിക്കുന്നത്, കൊഴിഞ്ഞു പോകുന്നത് എന്നാണ്. ഇത് 8 ലക്ഷം മുതൽ 10 ലക്ഷം ആകുമ്പോഴത്തേക്കുമാണ് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ആകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കോശങ്ങൾ ഇങ്ങനെ പോകുന്നത്, അപ്പം പഴയ സെൽസ് പോയി പുതിയ കോശങ്ങൾ അടിയിൽ നിന്നും വരുന്നു, അത് ടോപ്പസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെയറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഇതൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരിലും നടക്കുന്നതാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി വേഗത്തിൽ നടക്കുമ്പോഴാണ് രോഗമായിട്ടത് മാറുന്നത്, ഈ ഒരു ഡാൻഡ്രഫ് ആയിട്ട് മാറുന്നത്. അപ്പൊ അത് തന്നെ നമ്മളുടെ ഡെഡ് ആയിട്ടുള്ള കോശങ്ങളാണ്. നമ്മളുടെ സ്കിന്നിൽ നിന്നും നമ്മുടെ തലയോട്ടിയിൽ നിന്നും തലയിൽ നിന്നും അത് പോകാതെ മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയും അതോടൊപ്പം തന്നെ സെബം ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മുഖത്ത് സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്, സെബം അല്ലെങ്കിൽ ഓയിൽ ഉണ്ട്, അതേപോലെ തന്നെ തലയിലുമുണ്ട് സെബം. അപ്പൊ ആ ഒരു എണ്ണയും കൂടി എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ ഓയിലിന്റെ അളവിലും വളരെയധികം വർധനവ് വരുമ്പോഴത്തേക്കും ഈ നശിച്ചു പോയ ഈ മരിച്ചിട്ടുള്ള ഈ ഒരു കോശങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഹെയറിൽ നിന്നും പോകാതെ അത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പറ്റിച്ചേർന്ന് ഇരിക്കും. അതാണ് ഡാൻഡ്രഫ്. ഡാൻഡ്രഫ് കുറച്ചുകൂടി വലിയൊരു പ്രശ്നമാകുന്നത് ഇൻഫെക്ഷനോടുകൂടി വരുമ്പോഴാണ്. അതായത് ഫംഗസ്, നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഈസ്റ്റ് പോലുള്ള ഒരു ഫംഗസ് ഉണ്ട്, മെലാസേസിയെ ഗ്ലാബോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസ് ഉണ്ട്, ഈസ്റ്റ് പോലുള്ള ഒരു ഫംഗസ്. അപ്പം ഈ ഒരു ഫംഗസ് കുറച്ചുകൂടി അധികമാകുമ്പോഴത്തേക്കും ഈ ഒരു ഫംഗസും ഈ ഒരു കോശങ്ങളും കൂടി കുറച്ചുകൂടി ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ പറയുന്ന അസഹ്യമായിട്ടുള്ള ഒരു ചൊറിച്ചിലും മുഖത്ത് കുരുക്കളും കക്ഷത്തില് കുരുക്കളും മുതുകില് കുരുക്കളും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം 2016 ഒരു പഠനം പറയുന്നതാണ് ഫംഗസ് മാത്രമല്ല ബാക്ടീരിയാസും, പ്രൊപ്പിയോണിൽ ബാക്ടീരിയ, സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ, അത്തരത്തിലുള്ള ഒരു ബാക്ടീരിയാസും ഈ ഡാൻഡ്രഫിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇതാണ് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഡാൻഡ്രഫിൽ നിന്നുള്ള ഒരു മോചനം നേടാനായിട്ട് കഴിയുക? ഈ ഒരു കോശങ്ങൾ, അല്ലെ, ഈ ഒരു കോശങ്ങളും ഉണ്ട്, അതേപോലെ ബാക്ടീരിയാസും ഫംഗസും ഉണ്ട്, അതിനെ നീക്കം ചെയ്യണം, അല്ലെ. ഈ പോയിക്കൊണ്ടിരിക്കുന്ന കോശങ്ങൾ നമ്മുടെ തലയിൽ നിന്നും, തലനാരിൽ നിന്നും, മുടിനാരിൽ നിന്നും നമ്മൾ യഥേഷ്ടം അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഡാൻഡ്രഫിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഈ ഒരു ഡാൻഡ്രഫിന്റെ ഒരു പരിഹാരമാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ആന്റി ഡാൻഡ്രഫ് ഷാംപൂ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം ഇതില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് കെയർ ഷാംപൂവിൽ ഉണ്ടായതുപോലെ തന്നെ സോഡിയം ലോറൈൽ ഈഥർ സൾഫറും അതേപോലെ തന്നെ കോകാമിഡോപ്രോപ്പൈൽ ബീറ്റേനും ഉണ്ട്. അപ്പം ആദ്യത്തേത് പാം ഓയിലിൽ നിന്നും കോക്കനട്ട് ഓയിലിൽ നിന്നും എടുത്തിട്ടുള്ളതായിരുന്നു നമ്മുടെ സോഡിയം ലോറൈൽ. ഇത് കോക്കനട്ട് ഓയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ തലമുടിയിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. സിലിക്കോ ഗ്വാർ ഫോർമുലയും
ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ്. അതിനു പുറമെ ഇതിൽ എന്താണുള്ളത്? നാച്ചുറൽ ഓയിൽ, 3 നാച്ചുറൽ ഓയിലും കൂടിയിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് കെയറിൽ നിന്നും അപേക്ഷിച്ച് ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തതാണ് ചെമ്പരത്തിയിലുള്ള എണ്ണ. പണ്ട് മുതലേ അല്ലെ മുത്തശ്ശിമാരൊക്കെ പറയാറുള്ളതാണ് ചെമ്പരത്തി താളി തേച്ചിട്ട് കുളിക്കുക എന്നുള്ളത്. അപ്പം അതിനൊരു ആന്റി ബാക്ടീരിയൽ കർമ്മമാണ് ഉള്ളത്. ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ കർമ്മങ്ങളൊക്കെ ഉണ്ട്, ചൊറിച്ചിലിനെയൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെയുള്ളതാണ് ലൈം ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങയിൽ നിന്നുള്ള ഒരു ഓയിൽ. അപ്പൊ അതിനും എന്താണ്? ആന്റി ബാക്ടീരിയൽ കർമ്മമാണ് ഉള്ളത്. അപ്പം ആ ഒരു ചൊറിച്ചിലും ഒക്കെ മാറ്റി നമ്മുടെ തലമുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു തിളക്കത്തെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇതിൽ കുറച്ച് ആന്റി ഡാൻഡ്രഫും ആന്റി ഇച്ചിങ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ്സും ഇതിൽ ചേർന്നിട്ടുണ്ട്. അതേപോലെ 2 പകരം 4 കണ്ടീഷണേഴ്സും കൂടി ചേർന്ന് വന്നിട്ടുള്ളതാണ് ആന്റി ഫംഗൽ ആക്റ്റീവ്സും ഉണ്ട്. അപ്പൊ ഫംഗൽ ഞാൻ പറഞ്ഞു, ഫംഗസിന്റെ അല്ലെ യോജിച്ച് അല്ലെ ഫംഗസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടും കൂടിയിട്ടാണ് ഈ ഡാൻഡ്രഫ് കുറച്ചുകൂടി പ്രശ്നമായിട്ട് വരുന്നത് എന്ന്. അപ്പം അതിനും വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമായിട്ട് ആന്റി ഫംഗൽ ആക്റ്റീവും കൂടിയിട്ടാണ് ഉള്ളത്. ഇനി എന്താണ് ഇതിന് ബാക്കിയുള്ള ഷാംപൂസിനെ അപേക്ഷിച്ച് ഈ ഒരു ഷാംപൂവിൽ ഉള്ളത്? ആദ്യത്തേത് ഇതില് അല്ലെ ഭയങ്കര ഒരു കോമ്പിനേഷൻ, 3 ഹെർബൽ ഓയിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ടീ ട്രീ ഓയിൽ, ലൈം ഓയിൽ, ഹിബിസ്കസ് ഓയിൽ, ചെമ്പരത്തി വെളിച്ചെണ്ണ അല്ലെ ചെമ്പരത്തിയിൽ നിന്നുമുള്ള ഓയിലുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ മാർക്കറ്റിലുള്ള കണ്ടീഷണേഴ്സ്, ഷാംപൂസിൽ 2 കണ്ടീഷണേഴ്സ് ആണ് മാക്സിമം ഉപയോഗിക്കുക. പക്ഷെ നമ്മുടെ ഇതില് 4 കണ്ടീഷണേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള അതായത് ആന്റി ഡാൻഡ്രഫ്, ആന്റി ഇച്ചിങ്, ആന്റി ഫംഗൽ ആക്റ്റീവ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളത് പ്ലസ് നാച്ചുറൽ ആയിട്ടുള്ളതും ഒക്കെ ചേർത്ത് വരുന്ന ഒരു ഷാംപൂവും നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കാനായിട്ട് കിട്ടില്ല നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട്. എന്തൊക്കെയാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്? ഇത് എല്ലാ ടൈപ്പ് ഓഫ് ഹെയർ ടൈപ്സിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹെയർ ഫോളിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം തരുന്നുണ്ട്. ഡാൻഡ്രഫിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം തരുന്നുണ്ട്. അപ്പം ഇതിലും എന്താണ്? സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് എന്നുള്ളത് അല്ലെ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? വെട്ടായിട്ടുള്ള ഒരു ഹെയറിൽ ആദ്യം തലയൊന്ന് നനയ്ക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ആന്റി ഡാൻഡ്രഫ് ഷാംപൂ എടുക്കുക. അത് ജെന്റൽ ആയിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒരു മസാജ് ചെയ്തതിനു ശേഷം വാഷ് ഔട്ട് ചെയ്യുക. അപ്പം ഇത് നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരാഴ്ചയിൽ 2 തവണയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ 8-in-1 ഹെയർ കണ്ടീഷണറും കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ